പ്രിയരെ, സംഖ്യാപുസ്തകം 11 അധ്യായത്തിന്റെ 31 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: യഹോവ ഒരു കാറ്റ് ഊതി, അത് കടലിൽ നിന്ന് കാടപ്പക്ഷിയെ പറപ്പിച്ചു കൊണ്ടുവന്ന് പാളയത്തിന്റെ ചുറ്റും കയ്യെത്താവുന്ന ദൂരത്തിൽ 2 മുഴം ഉയരത്തിൽ, നിലത്ത് നിന്ന് 2 മുഴം ഉയരത്തിൽ കൊണ്ടുവന്ന് നിർത്തിയെന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തില് പല പ്രതിസന്ധികൾ, കാറ്റടിച്ച് പല പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. നിൽക്കുന്ന ഇടം താണു പോകുമോ എന്ന് നാം ഭാരപ്പെടുന്ന നിലയിൽ പല കാറ്റുകളും അടിക്കാറുണ്ട്. ഈശാന മൂലമുണ്ട്, കിഴക്കൻ കാറ്റുണ്ട്, കൊടുങ്കാറ്റുണ്ട്. പ്രകൃതിയിൽ ഈ കാറ്റടിച്ചാൽ അതെ അനേക ഭവനങ്ങള് തകർത്ത് കളയുന്നതായി നാം കണ്ടിട്ടുണ്ട്. പല വാഹനങ്ങളും പൊങ്ങിപ്പോകുന്നത്, പറപ്പിച്ചു കൊണ്ടുപോകുന്ന നാം കണ്ടിട്ടുണ്ട്. അതെ, പല പ്രതികൂലത്തിന്റെ കാറ്റുകൾ ജീവിതത്തിന് നേരെ ഓരോ ദിവസവും കടന്നു വരും. മുന്നോട്ടുള്ള ഗമനത്തെ നിശ്ചലമാക്കുന്ന, വഴിയടയ്ക്കുന്ന, നമ്മെ തകർത്ത് കളയുന്ന രോഗങ്ങളും കടഭാരങ്ങളും വേദനകളും എല്ലാം കൊണ്ടുവരുന്ന പല കാറ്റുകളും, പല ഈശാന മൂലകളും ഈശാന മൂലനും നമുക്ക് നേരെ അടിക്കാറുണ്ട്. എന്നാലോ ദൈവത്തിന്റെ കാറ്റോ അനുഗ്രഹത്തിന്റെ കാറ്റാ. ഏത് പ്രതികൂലത്തിന്റെ കാറ്റിനെയും അനുകൂലമാക്കി മാറ്റുന്ന ഒരു കർത്താവിനെ എത്രയാണ് നാം സേവിക്കുന്നത്. അതെ, നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം, അതെ അതെ അവൻ ജീവിക്കുന്ന ദൈവമാ. അവൻ തന്റെ മക്കളുടെ വേദന കണ്ട്, ഭാരം കണ്ട് അടങ്ങിയിരിക്കുന്ന ദൈവമല്ല, അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നവനാ. ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തെ നാം സേവിക്കുന്നത്. ഇവിടെ ഇത് 400 വർഷത്തെ അടിമത്തത്തിൽ നിന്ന് അതെ ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് ചോരത്തലി ആചരിച്ച ജനം പുറത്തിറങ്ങി ഇവിടെ ചെങ്കടൽ കടന്ന് വാഗ്ദത്ത കനാനിലേക്ക് യാത്ര ചെയ്യുക. മരുഭൂമിയിൽ വെച്ച് അവര് മോശയ്ക്കും ദൈവത്തിനുമെതിരെ പിറുപിറുക്കുകയാ. ആ മിസ്രൈമിലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇരുന്നത് ഇറച്ചിക്കലത്തിന്റെ ചുവട്ടില്ല, വേണ്ടുവോളം ഇറച്ചി ഞങ്ങൾക്ക് ഭക്ഷിക്കാമായിരുന്നു, ചുറ്റുവിളി ചുവന്നുവിളി എല്ലാം ഞങ്ങൾക്ക് ഭക്ഷിക്കാമായിരുന്നു. എന്നാൽ ഇവിടെ ഇതാ ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല, ദൈവത്തിന് ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ തരുമോ എന്നാണ് ഈ ഇസ്രായേൽ ജനം ചോദിക്കുന്നത്. അവിടെ വെച്ച് മരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് മോശക്കെതിരെ പിറുപിറുക്കുന്ന ആ പിറുപിറുപ്പ്, അതെ ജനത്തിന്റെ പിറുപിറുപ്പ് യഹോവ കേട്ടു. യഹോവ എന്ത് ചെയ്തു? ഒരു കാറ്റ് ഊതി. അതെ, യഹോവ കാറ്റ് ഊതി കടലിന്റെ അടിത്തട്ടിൽ ഊളിയിട്ട് സഞ്ചരിച്ചിരുന്ന ലിവ്യതാന്റെ തലയെ തകർത്ത് കാടപ്പക്ഷിയെ പറപ്പിച്ചു കൊണ്ടുവരികയാണ്. അതെ, കാടപ്പക്ഷിയെ പറപ്പിച്ച് കൊണ്ടുവന്ന് ആ ഇസ്രായേൽ ജനം പാർത്തിരുന്ന കൂടാരത്തിന്റെ ആ പാളയത്തിന്റെ ചുറ്റും കൊണ്ടുവന്ന് 2 മുഴം ഉയരത്തിൽ കയ്യെത്താവുന്ന ദൂരത്തിൽ നിർത്തുകയാണ്. പ്രിയരെ, ദൈവത്തിന്റെ വചനം പറഞ്ഞു, ഞാൻ കാറ്റുകളെ എന്റെ ശുശ്രൂഷകന്മാരാക്കുമെന്ന്. അതെ, കാറ്റുകളെ ദൂതന്മാരാക്കുമെന്ന്. ഇതാ ദൂതന്മാർ വന്ന് തന്റെ മക്കൾക്ക് വേണ്ടി ഈ കാടപ്പക്ഷി അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. എത്ര മനോഹരമായ കാഴ്ചയാണ്. ഭാരപ്പെടുന്ന, നിരാശപ്പെടുന്ന തന്റെ സ്വന്തം ജനത്തിനു വേണ്ടി, വീണ്ടെടുത്ത ജനത്തിനു വേണ്ടി കാടപ്പക്ഷിയെ കൊണ്ടുവന്ന് അവരായിരിക്കുന്ന സ്ഥലത്ത് ആ കൂടാരത്തിന്റെ ചുറ്റും തന്നെ ആ കൂടാരത്തെ പൊളിച്ചില്ല, അതിന്റെ കുറ്റിയെ പൊളിച്ചില്ല, കൂടാരത്തെ പറപ്പിച്ചുകൊണ്ട് പോയില്ല. പ്രതികൂലത്തിന്റെ കാറ്റല്ലായിരുന്നു, ദൈവം അടിപ്പിച്ച, ദൈവം ഊതിപ്പിച്ച കാറ്റ് അനുഗ്രഹത്തിന്റെ കാറ്റായിരുന്നു. പ്രിയരെ, പ്രതികൂലത്തിന്റെ നടുവിൽ ഭാരത്തോടെ, നിരാശയോടെ, വേദനയോടെ കടന്നു പോകുന്ന വ്യക്തിയാണോ? എന്ത് ചെയ്യണമെന്നറിയാതെ നീ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? ഭാരപ്പെട്ടു പോകണ്ട, ഭയപ്പെട്ടു പോകണ്ട. ദിവസം തോറും നിന്റെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുന്ന ഏത് കാറ്റിനെയും അനുകൂലമാക്കി മാറ്റുവാൻ, അതെ നിന്നെ ശുശ്രൂഷിക്കുന്ന ദൂതന്മാരാക്കി മാറ്റുവാൻ ദൈവം ശക്തനത്രേ. ഇതാ ദൈവം അടിപ്പിച്ച കാറ്റ് അനുഗ്രഹത്തിന്റെ കാറ്റായിരുന്നു. കാടപ്പക്ഷിയെ കയ്യെത്തി പിടിക്കാൻ പാകത്തിന്, അതെ ഇസ്രായേൽ ജനം കയ്യെത്തി പിടിച്ചു ഭക്ഷിക്കാൻ പാകത്തിന് ദൈവം കൊണ്ടുവന്ന് നിർത്തി. പ്രിയരെ, ഇന്ന് ഭവനത്തെ ഓർത്ത് ഭാരപ്പെടുന്നു, ഭവനത്തിന്റെ അവസ്ഥയോർത്ത് നീ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണോ? കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നു, എങ്ങനെ മുന്നോട്ട് ജീവിക്കുമെന്നോർത്ത് ഭാരപ്പെടുന്നു. ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ദൈവം ഒരു കാറ്റടിപ്പിച്ചാൽ അത് അനുഗ്രഹത്തിന്റെ കാറ്റായി മാറ്റും. അതേ സകല പ്രതികൂലത്തിന്റെ കാറ്റിനെയും അനുകൂലമാക്കി മാറ്റുവാൻ, നിന്റെ കൂടാരത്തിന് അനുകൂലമാക്കി മാറ്റുവാൻ കർത്താവ് ശക്തനാണ്. അവൻ ഇന്ന് ജീവിക്കുന്നു. അവന്റെ കരങ്ങളിലേക്ക് നാം കേൾപ്പിച്ചു കൊടുക്കാം. ഈ വചനത്താൽ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും, സഹായിക്കും ചെയ്യുമാറാകട്ടെ.